ഒരാൾ ഫേക്ക് ആണെന്നോ എത്ര സമയം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഫേക്ക് ആണെന്ന് ശരിക്കും ആദ്യം കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പക്ഷെ അത് നമ്മൾ തിരുത്തും, അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തട്ട് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യും. അന്ന് തോന്നിയതാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലത്തെ ഒരാളുമായിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആരാണത്? ഞാൻ പറഞ്ഞ സുഹൃത്താണ്. കുഴപ്പമുണ്ടോ, എന്നെ കൂടി ഒന്നും കൂടണ്ട. ഞാൻ പറഞ്ഞിട്ട് അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ബാധിച്ചു. അങ്ങനെ തന്നെയായിരുന്നു സംഭവം. വലിയ അടിയൊക്കെ കിട്ടി എനിക്ക് മാത്രമല്ല, എനിക്ക് സിദ്ദിഖിനും. അപ്പം സിദ്ദിഖും പറയാം ഇത് കറക്റ്റായിട്ട് മമ്മൂക്കാന്ന് പറഞ്ഞു. മമ്മൂക്കാക്ക് ആളെ പരിചയമില്ല. അവൻ ശരിയല്ല കേട്ടോ. മമ്മൂക്കയുടെ മദ്രാസിൽ വീട്ടിൽ ചെന്നപ്പോഴാണ്. അതെ, അതൊക്കെ ഉണ്ട്. അത് നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരിക്കൽ അടി തന്ന അവിടെ പിന്നെ തിരിച്ച് വീണ്ടും എപ്പോഴെങ്കിലും ഈ സിനിമയിൽ നിങ്ങൾക്ക് സ്ഥിരം ശത്രുക്കളില്ല, സ്ഥിരം ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അങ്ങനെ അടി കിട്ടിയ അവിടെ പേര് തിരിച്ച് അസോസിയേറ്റ് വന്നിട്ടുണ്ടോ? ഒരു അടി തന്ന ആൾക്ക് പിന്നീട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തിരിച്ചു പോയി എന്തെങ്കിലും ഒരു സാധനം പിന്നീട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ വീണ്ടും അത് സൂക്ഷിച്ചു നിൽക്കുന്നേ ഉള്ളൂ. സിദ്ദിഖ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യും. സിദ്ദിഖ് ആ കാര്യത്തിനകത്തും മിടുക്കന് പല കാര്യത്തിനകത്ത് എനിക്ക് ഈ പറഞ്ഞ അഭിപ്രായമുണ്ട്. ഒന്നവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കാന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, റാംജി റാവുവിലെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞിരുന്ന ആൾ വന്നില്ല. ഫൈറ്റ് മാസ്റ്റർ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്ന ആൾ വന്നില്ല. ഫൈറ്റ് മാസ്റ്റർ വരാതിരുന്ന ജോഷ് സാറിൻ്റെ ഒരു പടം എന്തോ മഞ്ഞിലൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു പടത്തിൻ്റെ അതിന് വേണ്ടിയിട്ടൊക്കെ പോകേണ്ട വന്നുകൊണ്ടിട്ടാണ്. അതൊക്കെ ജോഷ് സാറിനെ തള്ളി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. മറ്റേ പുള്ളി ഒരു പടം ഇതുപോലെ തന്നെ സത്യനന്ദിക്കാരൻ്റെ പടത്തിൻ്റെ ഇതിന് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് അവർ നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി എന്നും വിശ്വസിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ് സിദ്ദിഖ്. പിന്നെ അവരായിട്ട് ആരും ബന്ധത്തിനും നിൽക്കില്ല. ഒരു തിയേറ്ററിൽ ഞങ്ങളുടെ പടം 100-ാം ദിവസം പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ദിവസം 99-ാം ദിവസം പടം മാറ്റാൻ തീരുമാനിച്ചു. അവർ കാബൂളിവാലയാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരുണ്ടല്ലോ മറ്റേ പടം കമ്മിറ്റ് ചെയ്ത് പോയി. പോസ്റ്റർ ഒട്ടിച്ച് ഒരു ദിവസം കൂടി ഒന്നും തന്നില്ല. ഉടനെ സിദ്ദിഖ് തീരുമാനിച്ചു ഇനി ആ തിയേറ്ററുമായിട്ട് ആരും ബന്ധമില്ല, അവിടെ പടം കൊടുക്കില്ല. ഞാൻ പറഞ്ഞു സിദ്ദിഖ് ഇതിന് വഴക്കിട്ടിട്ടുള്ള കാര്യം, അവരുടെ ഒരു പ്രശ്നമുണ്ട്. അവർ സൈൻ ചെയ്ത് പോയതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പടം തരാം, 200 ദിവസം കളിക്കാമെന്ന് ആദ്യം തന്നെ എഴുതി തരാമെങ്കിൽ കൊടുക്കാം, എന്നിട്ട് നമുക്കിത് മാർക്കറ്റ് ചെയ്യാം. സിദ്ദിഖ് നിൽക്കില്ല, അത് വേണ്ട, അവരുമായിട്ടുള്ള ബന്ധം വേണ്ട.